ബ്ലാക്ക് ബോക്സ് ഈ വാക്കുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രവിക്കുന്നത് ഒരു വിമാനാപകടം ഉണ്ടായി കഴിയുമ്പോൾ ആ വിമാനത്തിൽ നശിച്ചു പോകാതിരിക്കത്തവണ്ണം എങ്ങനെ വന്നാലും നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ആ വിമാനത്തിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളെക്കുറിച്ചുള്ള റെക്കോർഡിംഗ് ബ്ലാക്ക് ബോക്സിൽ നടക്കും. അതുപോലെ തന്നെ പൈലറ്റുമാരിരിക്കുന്ന കോക്പിറ്റിനകത്തും അതുപോലെ പിൻഭാഗത്തും എയർ ഹോസ്റ്റസ്മാർ ഇരിക്കുന്നിടത്തും. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചിരുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ടാണ് പലപ്പോഴും ഈ ബ്ലാക്ക് ബോക്സ് പിന്നീട് വിശദമായി പരിശോധിക്കുന്നത്. അങ്ങനെ വിമാനാപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത ബ്ലാക്ക് ബോക്സുകളുടെ വിശദമായ പരിശോധനയുടെ ഫലമായിട്ടാണ് മറ്റ് മുന്നോട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള അപകടങ്ങൾ പലതും ഒഴിവാക്കാൻ തക്കവണ്ണം ആ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുത്തിട്ടുള്ളതും വിമാനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളതും. ഞാൻ ഈ ചിന്ത ഇന്ന് പങ്കുവയ്ക്കാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വർഷം കടന്നുപോയി, അതിനി തിരിച്ചു വരില്ല. പക്ഷെ ആ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ബ്ലാക്ക് ബോക്സ് അവിടെ ഉണ്ടാവും. ആ ബ്ലാക്ക് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിച്ചിട്ട് എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് നമുക്ക് പോരായ്മകൾ സംഭവിച്ചത് എന്ന് ഒന്ന് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പുതിയതായി സംഭവിക്കാൻ പോകുന്നില്ല. വർഷം പുതിയതാവും, പക്ഷെ ജീവിതം പുതിയതാവില്ല. ജീവിതം പുതിയതാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കുറവുകൾക്കൊരു പരിഹാരം ഉണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾക്ക് ഈ തവണ നമുക്കൊരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു പരിശോധന ഉണ്ടാവണം. ആ പരിശോധന മാത്രമേ അവ ആവർത്തിക്കാതിരിക്കാൻ നമ്മെ സഹായിക്കുകയുള്ളൂ. ഈ പ്രോജക്റ്റുകളൊക്കെ നടത്തുമ്പോൾ PERT എന്നൊരു പ്രയോഗം ഉണ്ടാവും. പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് എന്നാണ് പറയുക. അവരിങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വീഴ്ചകൾ തിരിച്ചറിയാൻ പറ്റില്ല, പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ട്, നമ്മുടെ പ്രോഗ്രസ് നമുക്ക് പ്ലാൻ ചെയ്യാനും സാധിക്കില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോസ്പെറസ് ന്യൂ ഇയർ ആളുകൾ ആശംസിക്കുന്നത്. സന്തോഷം മാത്രം പോരാ, നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവണം. അപ്പോൾ പ്രോസ്പെരിറ്റിക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ വീഴ്ചകളും നമ്മുടെ പോരായ്മകളുമാണ്. ആ വീഴ്ചകളും പോരായ്മകളും തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണം. അപ്പം ചുരുക്കത്തിൽ നമ്മൾ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ 2025 വർഷത്തിൽ എവിടെയാണ് എനിക്ക് തെറ്റുകൾ പറ്റിയതെന്നും എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായതെന്നും എങ്ങനെയാണ് അവ ഉണ്ടായതെന്നും എവിടെയാണ് എൻ്റെ വീഴ്ചകളും എൻ്റെ പോരായ്മകളും എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവ ഇനി 2026 ആവർത്തിക്കാതിരിക്കാനും അത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള മുൻകരുതലുകൾ എടുക്കാനും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള എൻ്റെ പ്രയാണത്തിൽ അത് സുഗമമായ പ്രയാണം ആകാൻ തക്കവണ്ണം പുതിയ ഒരു ചിന്തകളും പുതിയൊരു പദ്ധതിയും ജീവിതത്തിൽ നമുക്കുണ്ടാവണം. അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുഭദിന ചിന്തകളൊക്കെ ചിലപ്പോഴൊക്കെ എടുത്ത് നമ്മളത് പരിശോധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എങ്ങനെയത് ബാധിക്കുന്നു എന്ന് നോക്കുന്നത്. അതിന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് ചിന്തകൾ സഹായമാവട്ടെ. തെറ്റുകൾ ആവർത്തിക്കാതെ ജീവിതത്തിൽ പുതിയ ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ നമുക്ക് തീരുമാനിക്കാം. അതിനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.
റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.